ഹലോ ഹായ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണോ? ഉണക്കച്ചെമ്മീൻ ഉണ്ടാവുമോ വീട്ടിൽ? ചെറിയതോ മീഡിയം സൈസോ ഏതുണ്ടെങ്കിലും നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ച് ഒരു അടിപൊളിയായിട്ട് ഉണ്ടാക്കാം ഉച്ചയൂണിന് വേണ്ടിയിട്ട്. നോക്കാം എങ്ങനെയാണെന്ന്. ഞാൻ അതേ ഒരു മീൻചട്ടി അടുപ്പത്തേക്ക് വെച്ചു. അതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് 1 സ്പൂൺ പെരിഞ്ജീരകപ്പൊടി ഇട്ട് കൊടുത്തു. 2 വലിയ സവാള ചെറുതായിട്ട് നുറുക്കി ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. കറിവേപ്പില ആഡ് ചെയ്തു. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് മിക്സ് ചെയ്യുകയാണ്. ഇങ്ങനെ വഴറ്റിയെടുക്കുന്ന സമയത്ത് നമ്മുടെ വലിയ വലിയ പീസ് ഉള്ളി വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുത്തി പൊട്ടിക്കുക. അതാകുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടാനത് വളരെ ഈസിയാണ് അങ്ങനെ ചെയ്യുമ്പോൾ. ഇത് ഉള്ളി ജസ്റ്റ് ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഒന്ന് വാടി കിട്ടുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ചേർക്കാം. ഞാനൊരു 10 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് നുറുക്കിയത് എടുത്തിട്ടുണ്ട്. 1 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയത്, 2 പച്ചമുളക് നുറുക്കിയത്, ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് വഴന്ന് കിട്ടാനായിട്ട് ഞാനൊരു 5 മിനിറ്റ് ഇത് മൂടി വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ ഇത് കറക്റ്റ് പാകത്തിന് കുക്കായി കിട്ടും. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഇതെടുത്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അത് ഉള്ളി കറക്റ്റ് പാകത്തിന് ഇതേ കണ്ടോ. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിത് നോൺ സ്റ്റിക്ക് പാനിലൊന്നും അല്ല ഉണ്ടാക്കുന്നത്, നമ്മുടെ മൺചട്ടിയിലാണ്. അത് കാരണം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് ചെയ്തില്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കരിഞ്ഞു പിടിച്ചിരിക്കും ഉള്ളിയൊക്കെ. അപ്പം ആ ഒരു ടേസ്റ്റ് ഭയങ്കര വൃത്തികേടാവും അതിനകത്ത്. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കാം. ഇതേ ഉള്ളി കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചെമ്മീൻ നമ്മൾ ആഡ് ചെയ്യാണ്. കണ്ടോ, ഉണക്ക ചെമ്മീൻ. ഇനി ഇതുപോലെ തന്നെ മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ഓൾറെഡി കുക്ക്ഡ് ആണ് അല്ലേ. അപ്പം അതുപോലെ തന്നെ നമുക്ക് ഇതും നമ്മുടെ ഈ ഉണക്ക ചെമ്മീനും ഒന്ന് കുക്കായി കിട്ടണം. അതിന് വേണ്ടിയിട്ടും സെയിം ഞാനിത് 5 മിനിറ്റോളം മൂടി വെച്ച് വേവിക്കുകയാണ്. നമ്മൾ മൂടി വയ്ക്കുമ്പോൾ ആവിയിൽ തന്നെ ഈ ചെമ്മീൻ ഒന്ന് കറക്റ്റായിട്ട് കുക്കായി കിട്ടും. കണ്ടോ, ചെമ്മീൻ കുക്കായെന്ന് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അതിനൊരു ഓറഞ്ച് കളർ വരും ചെമ്മീൻ്റെ പുറത്തേക്ക്. അപ്പോൾ അതാണ് അതിൻ്റെ പാകം. കണ്ടോ, കറക്റ്റാണ്. ഇനി ഈ സമയത്ത് നമുക്കൊന്ന് ഉപ്പ് നോക്കാം. കാര്യം ഉണക്ക മീനൊക്കെ എപ്പോഴും അവർ പ്രിസർവ് ചെയ്യണത് ഉപ്പ് ചേർത്തിട്ടാണ്. അപ്പോൾ നമ്മുടെ കിട്ടിയ മീനിൽ ഉപ്പുണ്ടോ നോക്കുക. ഉപ്പില്ല എന്ന് ഉറപ്പ് വരുത്തുകയാണെങ്കിൽ ബാക്കി ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരാവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി പൊടികൾ ഓരോന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി 1 സ്പൂൺ ചേർത്ത് കൊടുത്തു. മഞ്ഞൾ 1 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ഗരം മസാല 1 സ്പൂൺ ചേർത്ത് കൊടുത്തു. അപ്പം ഇത്രയും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫ്ലെയിം തീരെ ലോയിലാണ്. പക്ഷെ നല്ല ചൂടുണ്ടാവും മൺചട്ടി ആകുമ്പോൾ. ആ ചൂടിൽ ഇതിൻ്റെ പച്ച മണമൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂത്ത മണം വരും നമ്മുടെ പൊടികളൊക്കെ. ആ സമയത്ത് നമുക്കിതിലേക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് അപ്പാടെ ചേർത്ത് കൊടുത്തു. ഇതൊക്കെ മിക്സിയിലൊന്നും ക്രഷ് ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ കറിക്കുള്ള പണികളൊക്കെ കഴിഞ്ഞു. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ആവി കയറ്റിയെടുക്കാം. അതുപോലെ തന്നെ നമ്മളൊരു 4-5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിച്ചാൽ ഇതിനകത്ത് ആവിയൊക്കെ കയറി നല്ല കറക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടും. ഇതേ കണ്ടോ, ഇതുപോലെ ഇതാണ്ടോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എങ്ങും ഒരു വളരെ ലോ ഫ്ലെയിമിൽ വെച്ചതുകൊണ്ട് തന്നെ ഒരിടത്തും ഇത് കരിഞ്ഞു പിടിച്ചിട്ടില്ല. കറക്റ്റ് പാകത്തിന് ഞങ്ങളുടെ ചെമ്മീൻ തോരനായിട്ടുണ്ട്. തോരൻ എന്ന് പറയാനായിരിക്കും കുറച്ചുകൂടെ ശരിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒരു കരിഞ്ചെമ്മീൻ ഇതിലേക്ക് കടുക് താളിച്ചിടാം. കടുക് താളിച്ചിടാൻ വേണ്ടിയിട്ട് ഞാൻ അതേ പാത്രം വെച്ചു, എണ്ണയൊഴിച്ചു, കടുകിട്ടു. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി മൂത്ത് വരുമ്പോൾ ഇതിനകത്തേക്ക് കറിവേപ്പില ഇടുക. ഇതിനകത്ത് വറ്റൽമുളക് ചേർക്കാം കേട്ടോ. പക്ഷേ ഞാൻ ഇതിനകത്ത് പച്ചമുളക് 2 നല്ല എരിവുള്ള പച്ചമുളക്, അത് കാരണം ഞാൻ വറ്റൽമുളക് മാറ്റിയതാണ്. നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതാ കടുക് താളിക്കുകയാണ്. നമ്മുടെ കടുക് താളിച്ചത് നമ്മുടെ ചെമ്മീൻ കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തു. കണ്ടോ, നമ്മുടെ അടിപൊളി ടേസ്റ്റി ഡ്രൈ ചെമ്മീൻ, അതായത് ഉണക്ക ചെമ്മീൻ തോരൻ റെഡി ആയിട്ടുണ്ട്. ചോറുണ്ണൻ ഇത് മാത്രം മതി. ഞാൻ നിങ്ങൾക്ക് ഗ്യാരൻറ്റി പറയണം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാര്യം ഇങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവില്ല. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ്. കിട്ടാൻ വളരെ എളുപ്പമുള്ള സാധനങ്ങളാണെല്ലാം. അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോസ് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എൻ്റെ പേജസൊക്കെ ഒന്ന് പോയി കാണുക, ഫോളോ ചെയ്യുക. എൻ്റെ പേജസിനകത്ത് ഞാൻ കുറേ കുഞ്ഞു വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എല്ലാം 5 മിനിറ്റിന് താഴെയാണ്. അപ്പോൾ ഒരുപാട് സമയമൊന്നും ആർക്കും കളയേണ്ടി വരില്ല. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായാൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.